ഹായ്, ഇന്ന് ഞാനൊരു അടിപൊളി ഈസി ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തത്. ഇത് കട്ട് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് എരിവുള്ള മുളക് പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1 സ്പൂണ് ഉപ്പ്, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് നാരങ്ങ നീര് കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ 4 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഹാർഡായി പോകുന്നില്ലേ. ഇത് കുറച്ച് ഫ്രൈ ആയ ശേഷം നമ്മൾക്കൊന്ന് തിരിച്ചിട്ട് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു കടായി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചത്. അതിൽ 1 ടേബിൾ സ്പൂൺ ഞാൻ ഫ്രൈ ചെയ്ത എണ്ണയാണ് എടുത്തത്. അതൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് ഞാൻ മീഡിയം സൈസിൻ്റെ 3 സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്തതാണ്. അതൊന്ന് സോഫ്റ്റായ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഒന്ന് 1 മിനിറ്റ് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1/2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല, ഇതൊന്നും മിക്സ് ചെയ്യാം ഒരു 30 സെക്കൻഡ്. ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതാണ് ചെറുതായിട്ട്, അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് സോഫ്റ്റായി എടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പ് ഇട്ടിട്ടുണ്ട്, അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ചൂടുവെള്ളം ഒഴിച്ചത്. അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത ചെമ്മീൻ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ മല്ലിയില കട്ട് ചെയ്തത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നു. അങ്ങനെ നമ്മളെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ബൗളെടുത്തൊന്ന് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.